Hi all, this is Cock. 18 plus, Journey of Love. ഡയറക്ടർ അരുൺ ഡി ജോസ്, ADJ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. നാട്ടുകാരെ ലിജസ് ജോസ് പല്ലിശ്ശേരി LJP എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ സിനിമ എഴുതിയിരിക്കുന്ന ADJയും അതുപോലെ റവീഷ് നാഥും കൂടി ചേർന്നിട്ടാണ്. മൂല കഥ രാജേഷ് വരിക്കോലി, പിന്നെ ബാക്കി അറിയുന്ന ആളുകളാണ് DOP സതീഷ് കുറുപ്പ്, ചമൻ ചാക്ക് എഡിറ്റിംഗ്, ക്രിസ്റ്റോ സേവിയറാണ് ഒറിജിനൽ സ്കോറും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയില്ല. സ്കോറ് ബിഗിനിങ്ങിലൊക്കെ ഭയങ്കര ഓവർ ഡൂയിങ് ആയി തോന്നി. നമ്മുടെ സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗം ഒരു സീനിനകത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിരുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മ്യൂസിക്കിൻ്റെ കാര്യം ഇതാണ്. 4 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. 4 പേരും കൂടി ചേർന്ന് പണം മുടക്കി. സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് വടകര, പയ്യമ്പള്ളി, കുറ്റ്യാടിയൊക്കെയാണ് കാണിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്തതും മണിയൂർ, വടകര, തിക്കോടിയൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ബട്ട് ഇതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് കോഴിക്കോട് ഭാഷയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എസ്പെഷ്യലി ബിനു പപ്പു ഒക്കെ കോഴിക്കോടുകാരനാണ്. പക്ക കോഴിക്കോട് സിറ്റിയിലുള്ള സ്ലാങ്. കുതിരവട്ടം, മലാപ്പറമ്പ്, കുണ്ടൂപ്പറമ്പ്, ബട്ടർ റോഡൊക്കെ സംസാരിക്കുന്ന സെയിം. എന്തിത്ത് എന്ന പറഞ്ഞോളി, ഈ സാധനമൊക്കെയാണ് കംപ്ലീറ്റ് സംസാരിച്ചിരിക്കുന്നത്. നെസ്ലിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയൊക്കെ ഇതാണ് എന്തിത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനീളം ആരും സ്ലാങ് പിടിച്ചിട്ടില്ല. ഈ ഒരു പ്രദേശമാണ് സെറ്റിംഗ് അവർ ഉദ്ദേശിച്ചെങ്കിൽ ആ സ്ലാങ് പിടിക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചിട്ടേ ഇല്ല. ഇനി സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടു കാണല്ലോ. ട്രെയിലർ കാണുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഒന്നും ഫ്രഷായിട്ട് യാതൊന്നുമില്ല. ഈ നെസ്ലനും മാത്യൂസും, മുമ്പാണെങ്കിൽ അനശ്വരയും മമിത ബൈജും, അതിന് പകരം ഇതിൽ മീനാക്ഷി എന്ന് പറയുന്ന ഒരു നടി. മീനാക്ഷി ജോജുവിൻ്റെ ഇരട്ടയിലും അതുപോലെ തന്നെ പൊറിജുവിലും അഭിനയിച്ചാണ്. അത് മാത്രമാണ് ഇതിലൊരു മാറ്റം. ബാക്കിയെല്ലാം സെയിം. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ജോയിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഈ അടുത്ത് ഒരു പോസ്റ്റിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയറക്ടറുടെ 2ാമത്തെ സിനിമയാണ് ആ ഡയറക്ടറെ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ അദ്ദേഹം മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ബട്ട് ജോയിൻ്റെ അടുത്ത് പോലും എത്തിയില്ല. എസ്പെഷ്യലി ആദ്യത്തെ സിനിമ വലിയ ഹിറ്റാക്കി മാറ്റിയ ഒരു ഡയറക്ടറുടെ സിനിമയാകുമ്പോഴേ 2ാമത്തെ സിനിമ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമയെ അത്രയും പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പ്രതീക്ഷിക്കും. എവിടെ എത്തില്ല. ഭയങ്കര ക്ലീഷേ സ്റ്റോറിയാണ്. ഒളിച്ചോട്ടം, കല്യാണം, പരിപാടിയൊക്കെ ആദിമകാലം മുതലുള്ളതാണ്. അതിനകത്ത് നന്നായി മേക്ക് ചെയ്തെടുക്കുക, കോമഡി നന്നായിട്ട് വർക്കാവുക എന്നുള്ള മാത്രമേ ഉള്ളൂ, ചെയ്യാനുള്ളൂ. പക്ഷേ ഇതിൽ കോമഡീസ് ഒന്നും എനിക്ക് പേഴ്സണലി അങ്ങ് വർക്കായിട്ടില്ല. എസ്പെഷ്യലി സാഫ് ബോയ്സ്, സഫ്വാനും പിന്നെ പുള്ളിയുടെ ബ്രദറാണെന്ന് തോന്നുന്നു. അവരുടെ കോമഡി, സഫ്വാൻ ജസ്റ്റ് യൂഷ്വൽ പുള്ളിയുടെ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്നത്. അഭിനയമൊന്നും മോശം എന്നുള്ളതല്ല. ബട്ട് അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അവർ തന്നെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പൊട്ടന്മാരാണല്ലേ എന്ന്. ഈ കഥാപാത്രങ്ങൾ അതിൽ പുള്ളിയുടെ അനിയൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ബാലവർമ്മല്ലേ, പൊട്ടനല്ല, ലോകപൊട്ടൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ക്യാരക്ടർ. അതായത് പണ്ട് ജഗദീഷിനൊക്കെ ഓർമ്മയില്ലേ, അപ്പുക്കുട്ടൻ കളി, അതായത് ബ്ലാക്ക് ഹ്യൂമർ, ഒരു സീരിയസ് സിറ്റുവേഷനിൽ കാര്യമായിട്ട് വളിച്ച കോമഡി പറയുന്നൊരു ചിരി ഉണ്ടാക്കുക. അത് പണ്ട് സിദ്ദിഖ് ലാലൊക്കെ വർക്ക് ചെയ്ത സാധനമാണ്. അപ്പുക്കുട്ടൻ തന്നെ പിന്നീട് വന്ന സിനിമകളിൽ വളരെ ചളിയായിട്ട് ക്രിഞ്ചായി പോയ ഒരു ക്യാരക്ടറും ഡയലോഗ്സും പരിപാടിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് നിങ്ങളിതിൽ തന്നെ കണ്ടു കാണും. ട്രെയിലർ കണ്ട പോലെ തന്നെ അവൾക്ക് ഗർഭമാണെന്ന് പറഞ്ഞാലോ അങ്ങനെ സാധനങ്ങൾ ചിലതൊക്കെ വർക്കായിട്ടുണ്ട്. ബട്ട് ഭൂരിപക്ഷവും ഒരു കാര്യമില്ലാതെ നമുക്ക് ഗോവയിൽ പോകണമെന്ന് പറഞ്ഞാലോ ഇങ്ങനെ പറയുന്ന വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന അത്തരം കോമഡികൾ എനിക്ക് പേഴ്സണലി തീരെ ഡൈജസ്റ്റ് ആയിട്ടില്ല. സിനിമയുടെ കഥ നടക്കുന്നത് കണ്ടംപററി ടൈമിലല്ല എന്നുള്ളത് മാത്രമാണ് ഒരു മാറ്റമായിട്ടുള്ളത്. 2009 ആ സമയത്ത് നടക്കുന്ന കഥയാണ്. ആ ഒരു കാലഘട്ടം പിടിക്കാൻ ശ്രമിച്ചിരുന്നാലും ബസ്സിൻ്റെ കളർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റോഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ റോഡാണ് കാണിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ ഫോണും അങ്ങനെ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, സ്ലിപ്പേഴ്സൊക്കെ. പിന്നെ പാർട്ടിക്കാരാണ്, സഖാക്കളാണ് ഇതിൽ. പിന്നെ നെസ്ലാൻ്റെ ക്യാരക്ടറായി കഴിഞ്ഞാൽ അഖിലായി കഴിഞ്ഞാലും മാത്യുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ദീപക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിൽ മാത്യുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ഭയങ്കര ടെറർ ക്യാരക്ടറാണ്, ഭയങ്കര ടെറർ സഖാവാണ്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആളാണ്, പാർട്ടി ഗുണ്ടയാണ്. പക്ഷെ മാത്യുവിനെ കാണുമ്പോൾ മാത്യു എന്തോ കാണിക്കുന്നത് തോന്നിപ്പോവും. കാരണം മാത്യു ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും തോന്നുന്നില്ല. മാത്യു ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും എൻ്റെ പൊന്ന് വിശ്വട്ടാ എന്നൊക്കെ പറയുന്നില്ല ഏതോ സിനിമയിൽ, വിനീതിൻ്റെ സിനിമയിൽ. അതുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെ പിടിക്കാൻ നോക്കിയത്. പക്ഷെ ഒട്ടും വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരുവിധം പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കുറേ ഇൻസിഡൻസും കോമഡീസൊക്കെ ക്ലീഷേ കോമഡീസ് ആണെങ്കിൽ കൂടെ കുറേ ഇൻസിഡൻസും സീൻസൊക്കെ അത്യാവശ്യം ഫ്ലോയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ കൗണ്ടർ പരിപാടിയൊക്കെ എൻ്റെ പൊന്നടോ ബിനു അടിമാലി ലെവലാണ് പല കൗണ്ടറുകളും.
എന്നാലും അതൊക്കെ ഒപ്പിച്ചങ്ങ് പോയി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേ പിന്നെ പടം എനിക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് സാഡ് സോങ്ങും എന്തൊക്കെയോ ഒരു ഇലോജിക്കലായിട്ടുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് സിനിമയുടെ ഫ്ലോ മൊത്തമായി പോയി. പിന്നെ ക്ലൈമാക്സിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ കൃത്യമായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി പറഞ്ഞ പോലെ തോന്നിയിട്ടില്ലെങ്കിലും അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് മാമനിൽ കൃത്യമായിട്ട് ഒരു സിനിമയായിട്ട് തന്നെ എടുത്തുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മതമല്ലേ മാറാൻ പറ്റൂ, ജാതി മാറാൻ പറ്റൂല്ലോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നത് തന്നെ ഒരു ബ്ലണ്ടറാണ്. കാരണം ഇന്ത്യയുടെ ഹിസ്റ്ററിയും ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയിൽ എങ്ങനെ കാസ്റ്റിസം ഉണ്ടായെന്നും അതിൻ്റെ ഹൈറാർക്കിയെ കൃത്യമായിട്ട് അറിയെങ്കിൽ എന്തുകൊണ്ട് മാറാൻ പറ്റില്ല, അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുള്ളത് സിമ്പിളായിട്ട് ലോജിക്കലി തിങ്ക് പണ്ണണം, മനസ്സിലാക്കുക എന്നുള്ളൂ. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല, അത്തരം ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. ഇവർ ഈ സിനിമയുടെ ആദ്യ പോസ്റ്റർ ഇറക്കിയ സമയത്ത് അതിനകത്ത് വിപ്ലവ സിംഹം ജോർജ് റെഡ്ഡിയുടെ പടവും അദ്ദേഹത്തിൻ്റെ കോട്ടുണ്ടായിരുന്നു, ജീന ഹൈത്തോ മർണ സീക്കോ. ആ ഒരു സംഭവം വെച്ചിട്ട് ചേഞ്ച് ഈസ് ഇനവിറ്റബിൾ അങ്ങനെ കോട്ടും കൊടുത്തിരുന്നു. അതാണ് പിന്നീട് മാറ്റിയിട്ട് ജേണി ഓഫ് ലവ് ആക്കി മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൊളിറ്റിക്സ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജോർജ് റെഡ്ഡി നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മണിരത്നൊക്കെ തമിഴിൽ പലയിടത്തുണ്ട്, ആയുധത്തൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. പെർഫോമൻസസ് നെസ്ലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി സ്ഥിരമായിട്ട് ചെയ്തു വരുന്നത് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ പോവുകയാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് മടുത്തു. അടുത്ത ഗിരീഷ് ഷെട്ടിയുടെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിനു പപ്പു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പുള്ളി ഇതിൽ നല്ലൊരു ക്യാരക്ടറാണ് രാജേഷ് ചേട്ടൻ, അത് നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലാങ്ങിൻ്റെ പ്രശ്നം അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. മീനാക്ഷി ദിനേശ് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിഖില വിമൽ ആസ് ഓൾവേസ് നല്ല നടിയാണ്, നല്ല പെർഫോമറാണ്. പക്ഷേ ഇതിൽ അവരുടെ ക്യാരക്ടർ എന്ത് കോമഡി ക്യാരക്ടർ, ഒരു മജിസ്ട്രേറ്റിനൊക്കെ ഇങ്ങനെ ഒരു കോമഡി പീസാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചുമ്മാ കറക്കി കുത്തിയിട്ട് മജിസ്ട്രേറ്റ് ആയതുപോലെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു കോമഡി സൃഷ്ടിക്കാനായിരിക്കും, ബട്ട് ദാറ്റ് വാസ് ടു ഇലോജിക്കൽ. അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ ഈ ജൂനിയേഴ്സായിട്ട് വന്ന ആളുകളൊക്കെ കൊളാക്കിയിട്ടുണ്ട്. ഇതിൽ ഡയലോഗ്സ് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലാണ്, ഉടനീളം ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഡെലിവർ ചെയ്തതും ഈ പറഞ്ഞ ജൂനിയേഴ്സ്, അതായത് അമേച്വറിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ശ്യാമോഹൻ പാട്ട് മിക്സ് ചെയ്ത് പാടുന്ന പുള്ളി ഒരു കലിപ്പൻ ആങ്ങള, ഒരു സഖാവൊക്കെ ആയിട്ടാണ് പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാഫ് ബോയ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അനിയന് കിട്ടിയ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്, പൊട്ടൻ ക്യാരക്ടർ ആയതുകൊണ്ട് പല സ്ഥലത്തും ക്രിഞ്ചാണ്. മനോജ് കെയു അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ തന്നെയാണ്, അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സന്തോഷ് മാധവനെ തീരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സന്തോഷ് മാധവനെ പോലെ ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യണമായിരുന്നത് പറ്റിയിട്ടില്ല. സോ ആസ് എ ഹോൾ യാതൊരു വാ ഫാക്ടറും ഇല്ലാത്ത വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സിനിമ. ബട്ട് ഒരിക്കലും ഇതൊരു മോശം സിനിമയാണെന്ന് ഞാൻ പറയില്ല. ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ബട്ട് ഇങ്ങനെ ഒരു മീഡിയോക്കറായിട്ട് എത്ര സിനിമകളാണ് വരുന്ന ഒരു വർഷം. വാ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് നെയ്മറിലെ വാ ഫാക്ടർ പറഞ്ഞാൽ പട്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും വാ ഫാക്ടർ വേണ്ടേ? ഇതിൽ സ്ഥിരം ഒളിച്ചോട്ടം, കല്യാണം പരിപാടി, അതാണ് ഈ സിനിമ ഇത്രയും ഫ്ലാറ്റായി പോകാനുള്ള കാരണം. പിന്നെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള സിനിമയാകുന്ന സമയത്ത് ആളുകൾ ഇടിച്ചുകാർ വിജയിപ്പിക്കും. ഇപ്പോൾ 2018 രോമാഞ്ചൊക്കെ വിജയിപ്പിച്ച പോലെ. ഇപ്പോൾ പ്രണയവിലാസിലെ ലാസ്റ്റുള്ള ക്ലൈമാക്സിലുള്ള ഒരു വാ ഫാക്ടർ അങ്ങനെയൊന്നും ഇതിനകത്തില്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ സിനിമ റൺ ചെയ്യാൻ വലിയ പാടാണ്. ലെറ്റ്സ് സീ.